ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സാഹസത്തിനൊരുങ്ങി. എന്താ സാഹസം എന്നല്ലേ, എനിക്ക് ബസ് പാസ് എടുത്തിട്ടുണ്ട്. ബസ് പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇവിടുത്തെ സിറ്റി സെൻറ്റർ 40 മിനിറ്റ് ദൂരമുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതിലൊന്ന് യാത്ര ചെയ്തിട്ട് അതിൽ തന്നെ തിരിച്ചു വരാം. അതിൽ തിരിച്ചു വരാൻ പറ്റില്ല, അത് ഇറങ്ങിയിട്ട് വേറെ ബസ് മാറിയിട്ട് തിരിച്ചു വരാം. ഒരു ടൗണൊന്ന് കറക്കാം. എന്താവും എന്നറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. എൻ്റെ ജേണി ഇതാ ഇവിടുന്ന് സ്റ്റാർട്ട്. ഞാൻ ബസ് കയറിയിട്ട് വിളിക്കാം. ബസ്സിൽ കയറി, മുകളിലാണ് കയറിയത്. ബസ്സിൻ്റെ നമ്പർ 18. ഇത് ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ബാക്കി നോക്കാം നമുക്ക് എന്താവും എന്നത്. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ബസ് പോകുന്നു. എല്ലാം ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. എല്ലാം ഉള്ളത് ഡബിൾ ഡെക്കർ ബസ്സാണ്. മാഞ്ചസ്റ്റർ ടൗണിലെത്തി. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി സെൻറ്റർ, അതായത് ടൗൺ. ഒരു റെസ്റ്റോറൻ്റാണ് കാണുന്നത്. എല്ലാ സാധനങ്ങളുള്ള ഒരു വലിയ ടൗൺ, സിറ്റി സെൻറ്റർ. ഇതാണ് മാഞ്ചസ്റ്റർ. ട്രാം പോകുന്നുണ്ട്. ഇതാ ടൗണിലെത്തിയതാണ് മാഞ്ചസ്റ്റർ അല്ലേ. അങ്ങനെ കുറേ ബസ്സുകളൊക്കെ ഉണ്ട്. ട്രാം നിൽക്കുന്നുണ്ട്. ഇതാണ് മാഞ്ചസ്റ്റർ സ്റ്റേഷൻ. ട്രാം കണ്ടോ, ട്രാം. ട്രാം നിന്ന് കഴിഞ്ഞാൽ ബസ് വരും. എഴുതിയുണ്ട് ബസ് വരുന്നത്. അതായത് 1:55 ഒരു ബസ്സുണ്ട്. നോക്കാം. ഇപ്പോൾ 1:47 അവിടെ നിന്ന് ബസ് വരുന്നുണ്ട്. ഞാൻ തിരിച്ച് ബസ് കയറി. ടെൻഷനായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ബസ്സിൽ നിന്ന് അടുത്ത ബസ്സിലേക്ക് ഞാൻ എന്താ കയറി. ഓക്കെ, ട്രാം പോകുന്നുണ്ട്. അവിടെ ട്രാം, കൽക്കത്തയിൽ ട്രാമുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയതാണ്. ബസ്സിലിതാ മുകളിലേക്ക് ആൾക്കാർ കയറുന്ന. വരുമ്പോൾ മുകളിലായിരുന്നേ, തിരിച്ചു പോകുമ്പോൾ താഴ്ത്തിരുന്ന കാഴ്ചകൾ കാണാൻ. ഓക്കെ, ഫൈനലി ഞാൻ തിരിച്ചുള്ള ബസ് കയറി. സിറ്റി സെൻറ്റർ കണ്ടു, അത്ര തന്നെ. ഓക്കെ, ഇതാണ് സിറ്റി സെൻറ്റർ. ഞാൻ വന്ന ബസ്സിൽ തന്നെ തിരിച്ചു വരും.
ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? ഇവിടുത്തെ ഈ മരം നട്ട് വളർത്തലാണ്. എല്ലായിടത്തും മരങ്ങളുണ്ട്, എല്ലായിടത്തും കാട് പിടിച്ചിടക്കാണ്. പക്ഷേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമുക്ക് നടക്കാം. ഈ ഡോഗിനെയൊക്കെ കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു വിചിത്രമായൊരു ഇതാണ്. ഇത്രയും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പുതിയതും പഴയതുമായിട്ട്, ഇതൊക്കെ വർഷങ്ങൾ പഴകിയ മരങ്ങളാണല്ലേ. എല്ലായിടത്തും കാട് പിടിച്ചിടക്കുക. എല്ലാ സൈഡിലും മരങ്ങളില്ലാത്തതാണ് ഇവിടെ. നല്ല മരങ്ങൾ നട്ടുപിടിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ചെടികളോടും മരങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യം തോന്നും. സേഫായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഓക്കെ ബായ്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിഗ്രിയാണ് ഇന്ന് തണുപ്പ്. ഐസായി കയ്യും കാലൊക്കെ.